നമസ്കാരം ഡോക്ടർ ക്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കഫക്കെട്ട്. അലർജി പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് അണുബാധ കൊണ്ടും കുട്ടികളിൽ കഫക്കെട്ട് കണ്ടുവരാറുണ്ട്. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നതും കുട്ടികളിൽ കണ്ടുവരുന്ന കഫക്കെട്ടിനെ കുറിച്ച് തന്നെയാണ്. ഇതിനായി SUT ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ മൃണാൾ എസ് പിള്ളൈ ചേരുകയാണ്. ഡോക്ടർ സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, കുട്ടികളിൽ മാത്രമല്ല നമുക്ക് പ്രായമായവരിൽ വരെ കഫക്കെട്ട് വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അത് ചിലരിൽ പനി, ചുമ, ജലദോഷം അതിനോടനുബന്ധിച്ചാണ് കഫക്കെട്ടെങ്കിൽ അല്ലാത്തവരിൽ തുടർച്ചയായി കഫക്കെട്ട് കണ്ടുവരുന്നത്. അത് കുട്ടികളിൽ എന്തായിരിക്കാം ഡോക്ടർ ഇതിന്റെ ഒരു പ്രധാന കാരണം? തുടർച്ചയായിട്ട് വരുന്ന കഫക്കെട്ട്, അതെ, കഫക്കെട്ടിന്റെ പ്രധാന കാരണങ്ങൾ എന്തായിരിക്കും? സാധാരണ കുട്ടികൾ ഒത്തിരി അസുഖങ്ങൾക്ക് എക്സ്പോഷർ വരാറുണ്ട്. അവർ സ്കൂളിൽ പോകുന്നുണ്ട്, പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ കുട്ടികൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വരാം. അപ്പോൾ അങ്ങനെ വേറെ ആൾക്കാരിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് 2 മാസത്തിൽ ഒരിക്കലും ഒരു പനി അല്ലെങ്കിൽ ചിലപ്പം ചുമയൊക്കെ വരാം. അപ്പോൾ സ്വാഭാവികമാണ്. വളരെ സിവിയറായിട്ട് ഒത്തിരി ശ്വാസം മുട്ടുള്ള അസുഖം പിന്നെയും വരുന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും കാണിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, കുട്ടികളിൽ പ്രത്യേകിച്ച് ഈ പ്രതിരോധ ശക്തി കുറയുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണമാണോ ഈ കഫക്കെട്ട് വരാനുള്ളത്? പ്രതിരോധ ശക്തി കുറവെന്ന് പറയാൻ പറ്റില്ല, അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി, നടക്കുന്ന കുട്ടി, അല്ലെങ്കിൽ കുട്ടി ഒരു 6 മാസം 7 മാസം ആകുമ്പോൾ 8 മാസം ആകുമ്പോൾ ഇരുന്ന് തുടങ്ങുകയാണ്, മനസ്സിലായി. അപ്പോൾ അതേപോലെ പ്രതിരോധ ശക്തിയും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള ബാക്ടീരിയ, വൈറസിനെ അത് പരിചയപ്പെട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക, മനസ്സിലായി. അപ്പോൾ റിലേറ്റീവ്ലി ഒരു വലിയ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പം അതിനാണ് നമ്മൾ വാക്സിനേഷൻ കൊടുക്കുന്നത്, അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടി. ശരി ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഒരു സംശയം ചോദിക്കാനായിരുന്നു. എന്റെ മോൾക്ക് ഒരു 4 വയസ്സായി. എന്താ പേരെന്താണ്? പേര് അശ്വിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നു. അശ്വിനി, ഓക്കെ, പറഞ്ഞോ. എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവൾക്കാണെങ്കിൽ അടിക്കടി ജലദോഷം അങ്ങനെ വരുന്നുണ്ട്. അതുപോലെ മൂക്കൊലിക്കും. ഞാൻ അടിക്കടി ഡോക്ടറിൽ പോവാറുണ്ട്. ഇത് കണ്ടിന്യൂസ്. ഓക്കെ, എത്ര വയസ്സാണ് കുട്ടിക്ക്? 4 വയസ്സായിട്ടുണ്ട്. 4 വയസ്സാണ്. വീട്ടിലാർക്കെങ്കിലും പൊടിയോടെ അലർജിയോ ശ്വാസമുട്ടോ ആസ്മയോ അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടോ? അതിന് ആസ്മ പോലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് റീസെന്റ് ആയിട്ടാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ ജലദോഷം വരുമ്പം. ആദ്യം ഒന്ന് പനി വരും, അത് കഴിഞ്ഞാൽ പിന്നെ പനി മാറും. പക്ഷെ ഈ ജലദോഷം വിട്ടുമാറാന് വല്ലാത്ത കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ച് ദിവസങ്ങൾ എടുക്കുന്നുണ്ടല്ലേ? അതെ 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 അതെ. ഓക്കെ, ചിലപ്പോ അത് അലർജിയുടെ ഇതും കൂടെ ആകാം. പനി ഇല്ലാതെ ജലദോഷം നിൽക്കുന്നുണ്ടെങ്കിൽ. അതെ, ചുമയുണ്ട്. ചുമ കൂടുതൽ രാത്രിയിലാണോ പകലാണോ, അങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ടോ? രാത്രിയിലെ സമയത്തായിരിക്കും കൂടുതലായിട്ട് ചുമക്കുന്നത്. കൂടുതൽ രാത്രിയിൽ ചുമക്കുന്നുണ്ടെങ്കിൽ അതില് കൂടുതൽ ശ്വാസമുട്ട് ആ ടൈപ്പ് അലർജി ടൈപ്പ് ചുമയായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കേട്ടോ, അപ്പൊ അത് ഇൻഫെക്ഷൻ അല്ല, അതൊരു തരം പ്രതിരോധ ശക്തി ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് കേട്ടോ. ശരി ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടി. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, ചെറിയൊരു സംശയം ചോദിക്കാനോ? പറഞ്ഞോ. ഈ കുട്ടികൾക്ക് മാസത്തിൽ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ പനിയും ചുമയൊക്കെ കഫക്കെട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ? നമ്മൾ ഇങ്ങനെ ആന്റിബയോട്ടിക് കൊടുക്കും, മാറും. പിന്നെ ആന്റിബയോട്ടിക് കൊടുക്കും, മാറും. ഇത് കൊടുക്കുന്നോണ്ട് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? പിന്നെ നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് ലേസിയ. ലേസിയ, ഓക്കെ. കുട്ടിക്ക് എത്ര വയസ്സായി? കുട്ടിക്ക് അടുത്ത 2 വയസ്സാവുള്ളൂ. 2 വയസ്സായി. കുപ്പിപ്പാലും എല്ലാം കൊടുക്കുന്നുണ്ടോ? കുപ്പിപ്പാലൊന്നുമില്ല. ഇല്ല, പാലൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ സാധാരണ വലിയ ആൾക്കാർ കഴിക്കുന്ന ഫുഡൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പനിയും ചുമയും വരുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ട്രാവൽ അധികം ഒഴിവാക്കുക കേട്ടോ. തണുപ്പുള്ളതും ട്രാവലൊന്നും കൂടുതലില്ല. പിന്നെ എന്താ പറയാ, ഈ ദിവസവും കുളിക്കുമ്പോ എണ്ണ തേച്ചു കൊടുക്കാറുണ്ട്. ഈ എണ്ണ തേക്കുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെ കൂടുതലും വരുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കുക കേട്ടോ. പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കുക കേട്ടോ. ആന്റിബയോട്ടിക് ഇങ്ങനെ കണ്ടിന്യൂ കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? ആന്റിബയോട്ടിക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പൊ കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ട്, ന്യൂമോണിയ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്, അങ്ങനെയാണെങ്കിൽ കൊടുക്കാം. പിന്നെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല.
ശരി ഡോക്ടർ, ഈ കുട്ടികളിൽ കണ്ടുവരുന്ന കഫക്കെട്ടിന്റെ പ്രധാന കാരണം അലർജി പ്രശ്നങ്ങൾ തന്നെയാണ്. അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കും? കഫം എന്ന് പറയുമ്പോൾ നമ്മൾ സ്പൂട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അലർജി കാരണമുള്ള സ്പൂട്ടമുണ്ട് ആസ്മാറ്റിക് പേഷ്യൻറ്റിന്. ഓക്കെ, അതൊരു ഗ്ലാസ് ടൈപ്പ് സ്പൂട്ടമാണ്. അത് പുറത്ത് വരില്ല, ഭയങ്കര ഒട്ടിയാണ് വരുന്നത്. എത്ര ചുമച്ചാലും പുറത്ത് വരില്ല, മനസ്സിലായോ? ഓക്കെ, പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻ കാരണമുള്ള കഫം. അതിന് കളറുണ്ടാവും. ഇപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഒരു വൈറ്റിഷ് കളറായിരിക്കും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ യെല്ലോയിഷ് കളറോ, അല്ലെങ്കിൽ ചില ബാക്ടീരിയക്ക് ഗ്രീൻ കളർ വരാം, മനസ്സിലാവും. ചിലപ്പോൾ ബ്രൗൺ കളർ വരാം, ചിലപ്പം കഫത്തിൽ രക്തവും വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പലതരമുള്ള കഫം. ഡോക്ടർ, ഇതിൽ കഫക്കെട്ട് തന്നെ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇത് ഏത് തരത്തിലുള്ളതാണെങ്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അലർജി പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അത് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ തീരുമായിരിക്കും. അല്ലാത്ത തരത്തിലുള്ള കഫക്കെട്ടുകൾ എത്രത്തോളം വലിയ പ്രശ്നക്കാരാണ് ഡോക്ടർ? അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ കുഞ്ഞിൻ്റെ പ്രായം 3 മാസത്തിൽ താഴെയാണെങ്കിൽ കഫക്കെട്ടുണ്ടെങ്കിൽ വളരെ സിവിയർ അസുഖമാണ്, മനസ്സിലായി. പിന്നെ വലിയ കുട്ടിയാണെങ്കിലും കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓക്സിജൻ കുറവാണെങ്കിലും അത് വളരെ സീരിയസ് അസുഖമാണ്. ഓക്കെ, പിന്നെ ആസ്മ. അപ്പോൾ ആസ്മാറ്റിക് അസുഖങ്ങൾ ഇൻഫെക്ഷൻ അല്ല, പക്ഷേ അതിന് ഓക്സിജൻ കുറയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശ്വാസം മുട്ട് കുഞ്ഞിന് ഭയങ്കര എക്സേഷൻ എടുക്കാനുള്ള ശ്വാസം വളരെ മുട്ടുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. പിന്നെയുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു അണുക്കൾ നമ്മളെ ശരീരത്തിൽ താമസിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതൊരു പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഓക്കെ, അപ്പം മഞ്ഞ നിറമുള്ള ഇത് കഫക്കെട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തം ഉണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, പിന്നെ ചില വൈറൽ ഇൻഫെക്ഷൻ, ഇപ്പോൾ നിമോണിയ ചിക്കൻ പോക്സിനുണ്ടാക്കാം. ചിക്കൻ പോക്സ് വരുന്ന കുട്ടിക്കും വരാം, മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ കുട്ടിയാണെങ്കിലും വളരെ സിവിയർ ആയിട്ടുള്ള അസുഖം വരാം. ഡോക്ടർ, ഈ സാധാരണ ഒരു പനി വരുന്നു, ചുമ, പനി, അതിനോടനുബന്ധിച്ചുള്ള കഫക്കെട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുമോ? ചുമ, പനി വരുന്ന അല്ലേ? ചുമ, ജലദോഷം വരുന്നു. കഫമുള്ള ചുമയാണെങ്കിൽ അത് നമ്മൾ കാണിക്കേണ്ടത് തന്നെ. പനി ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ആയിരിക്കും എന്നുള്ളതാണ്, മനസ്സിലായത്. ഇപ്പോൾ ഒരു കുഞ്ഞ് ചുമയായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചോദിക്കുന്നത് പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പനി ഇല്ലെങ്കിൽ അലർജിക് ടൈപ്പ് ആയിരിക്കും, വലിയ പ്രശ്നമില്ല. പനി ഉണ്ടെങ്കിൽ മേ ബി സം ഇൻഫെക്ഷൻ. അത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, മുകളിലാണോ താഴെയാണോ എന്നുള്ളത്. സാധാരണ ഡോക്ടർ, ഈ കഫക്കെട്ട് ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഡോക്ടർ പ്രകടിപ്പിക്കുക? ഇപ്പം അവർ പറയുകയാണെങ്കിൽ, അവരുടെ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ, ചുമയ്ക്കുമ്പം ചിലപ്പം കഫത്തിൻ്റെ ശബ്ദം വരാം. ഡ്രൈ ആയിട്ടുള്ള ചുമയുണ്ട്, എന്തോ കിടക്കുന്നൊരു ചുമയുണ്ട്, കഫം ഉള്ള പോലത്തെ ചുമയുണ്ട്. അപ്പോൾ വലിയ ആൾക്കാരെ പോലെ കുഞ്ഞുങ്ങൾക്ക് പുറത്തോട്ട് കഫം എടുക്കാൻ കഴിയില്ല, മനസ്സിലായോ? അതേപോലെ പിന്നെ അതിൻ്റെ എത്ര നാളുണ്ടെന്ന് നോക്കുക. 2 ആഴ്ച കൂടുതലാണെങ്കിൽ TB പോലത്തെ അസുഖങ്ങളും നമ്മൾ മനസ്സിൽ കാണണം. ഓക്കെ, പിന്നുള്ളത് വേറെന്തെങ്കിലും ഛർദിലുണ്ടോ, ബോധക്കേടുണ്ടോ, ആക്ടിവിറ്റി കുറവാണോ, പിന്നെ ജന്നി വരാം, വയറ്റിൽ നിന്ന് പോകാതിരിക്കാം, കൈകാല് തണന്ന് ഷോക്കിലോട്ട് പോകാം, അതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്നത് കുഞ്ഞിൻ്റെ വർക്ക് ഓഫ് ബ്രീത്തിങ്, അതായത് കുഞ്ഞ് എത്രത്തോളം പ്രയത്നം എടുക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ സ്പീഡ് എത്രയാണ്, എത്ര റേറ്റാണ്. അപ്പോൾ ഓരോ പ്രായത്തിനും വേറെ വേറെ റേറ്റാണ്. ചെറിയ കുഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യും, മനസ്സിലായി. അതിന് ഓരോന്നിനും ലിമിറ്റുണ്ട്. ഓക്കെ, പിന്നെ നെഞ്ച് കുഴിയാം, വാരിയെല്ലാം പുറത്ത് കാണാൻ സാധ്യതയുണ്ട് വളരെ സിവിയർ അസുഖമാണെങ്കിൽ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ, പറഞ്ഞോളൂ. എന്താ പേര്? എന്റെ പേര് അബ്ദുൾ റഷീദ്. മകന് വേണ്ടിയാണ് വിളിക്കുന്നത്. പറഞ്ഞോ അബ്ദുൾ. മകന് 17 വയസ്സ്, ഷാക്കരരി. ഇടയ്ക്ക് ഒരു 4 ദിവസം ജലദോഷമായിരുന്നു. ഓക്കെ, അപ്പൊ ജലദോഷമായിരുന്നു. നമ്മൾ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് അവർ 2 ദിവസത്തെ കോഴ്സ് മരുന്ന് തന്നു. അപ്പൊ ജലദോഷം കുറഞ്ഞു. അതിനുശേഷം ഇപ്പോഴും ഭയങ്കര മൂക്കിനകത്ത് നിന്ന് നല്ല കട്ടി, മൂക്കള നല്ല നമ്മള് നല്ല പ്രസ് ചെയ്ത് വലിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ 2 ദിവസമായിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ കംപ്ലൈന്റ്. അതിനെന്താണ്? അപ്പൊ വലിയ 17 വയസ്സുകാരനാണ്. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ വലിയ ആൾക്കാരിൽ സൈനസൈറ്റിസ് വരാം. സൈനസൈറ്റിസ് അതായത് നമ്മളെ ഈ തലയിലെ എല്ലിനുള്ളില് എയർ ക്യാവിറ്റികളുണ്ട്. അതിനെ പറയുന്ന സൈനസ് എന്ന്, കേട്ടോ. അപ്പൊ അതെല്ലാം തുറക്കുന്ന ഈ മൂക്കിന്റെ സൈഡിലോട്ടാണ് തുറക്കുന്നത്, പിടികിട്ടോ. അപ്പോൾ ഈ ജലദോഷം ആദ്യം വന്നിട്ട് അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് പഴുക്കുമ്പോൾ സൈനസൈറ്റിസ് വരുന്നത്, സൈനസൈറ്റിസ്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരിൽ തലവേദന ഉണ്ടോ കുട്ടിക്ക്? തലവേദനയല്ല സാർ, അതായത് ജലദോഷം ജലദോഷം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ,
വേറെ അലർജി പ്രശ്നം വല്ലതും ഉണ്ടോ? പൊടി അടിക്കുമ്പോ തുമ്മൽ വരിക? അങ്ങനെ ഇല്ല സാറേ, തുമ്മലില്ല. അങ്ങനൊന്നുമില്ല. തുമ്മല്ല. ജലദോഷം വന്നിട്ടുണ്ടെങ്കില് ജലദോഷം ഇരുന്ന സമയത്ത് 2 ദിവസം മെനങ്ങാന്നൊക്കെ തുമ്മലുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ മുതലേ തുമ്മലൊന്നുമില്ല. ഈ മൂക്കിനകത്ത് കട്ടിച്ചെലി നമ്മൾ നല്ല പ്രസ് ചെയ്ത് അങ്ങനെ ചീന്തി വരുമ്പോഴേ വെളിയെ പോകാണ്. ചിലപ്പോ സൈനസൈറ്റിസിന്റെ തുടക്കമായിരിക്കാം. സ്റ്റീം ഇൻഹലേഷൻ എടുക്കുക, ആവി കൊള്ളുമ്പോൾ കുറച്ച് ബെറ്റർ ആവും. ഓക്കെ, ശരി ഡോക്ടർ. നമുക്ക് ഒരു കോൾ കൂടി. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോ, എന്താ പേര് നിങ്ങളെ? ഹലോ, ഗോപികയാണ്. ഗോപിക പറഞ്ഞോളൂ. എനിക്ക് 17 വയസ്സാണുള്ളത്. എന്തുണ്ട്? ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഗോപിക, സൈനസൈറ്റിസിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ. എന്താ ഇപ്പൊ ഒരു 4-5 മാസമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കഫക്കെട്ടാണ് പ്രശ്നം. ഉണ്ട്. ഓക്കെ. മഞ്ഞ നിറമുണ്ട്. ഡോക്ടർ ആവി പിടിക്കാനൊക്കെ തന്നിട്ടുണ്ട്, ഒരു ആന്റിബയോട്ടിക് അതൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ശ്വാസം എടുക്കാൻ ഒന്നിനും പറ്റുന്നില്ല. അതിപ്പോ എന്താണ് പ്രശ്നം? അലർജി ഉണ്ട്. ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഓരോ കുരുന്നേനെ ഇങ്ങനെ ഓരോ കുരുക്കൾ വരാറുണ്ട്. ഓക്കെ. കൂടുതൽ വേർപ്പുണ്ടെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻ വരാം തലയിലൊക്കെ, കേട്ടോ. സൈനസൈറ്റിസ് കുട്ടിക്കിപ്പോ പനി ഉണ്ടോ? തലവേദന ഉണ്ടോ? കട്ടായി പോയെന്ന് തോന്നുന്നു. ശരി, ഡോക്ടർക്ക് എന്തായാലും മറുപടി പറയാം. എന്താണ് ഒരു പോം വഴിയെന്ന് ഇതിലല്ലേ? ഇതിലിപ്പോ നമ്മൾ അക്യൂട്ട് ആണോന്ന് നോക്കണം. അക്യൂട്ട് എന്ന് വെച്ചാൽ വളരെ സിവിയർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പനി, തലവേദന, ഓക്കെ, ക്ഷീണം. അപ്പോൾ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. ഓക്കെ. ചില കുഞ്ഞുങ്ങളിപ്പോൾ ഈ കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ക്രോണിക് ആയിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. അക്യൂട്ട് ഓവർ ക്രോണിക് ആണ്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ ആദ്യം ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് നിത്യമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെ ENT ആണ് കാണിക്കേണ്ടത്. ഡോക്ടർ, ഈ കുട്ടികളിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ തരത്തിൽ കഫക്കെട്ട് കണ്ടുവരുമോ ഡോക്ടർ? കഫക്കെട്ടിന് പിന്നെയും ശ്വാസകോശത്ത് കഫക്കെട്ട് ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം ഹാർട്ട് ഡിസീസാണ്, കേട്ടോ. ഹാർട്ട് ഡിസീസിൽ ചില VSD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, അതിലൊക്കെ കൂടുതൽ ലങ്ങിൽ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവാം, അങ്ങനെ ഇൻഫെക്ഷൻ വരും. വേറെന്ന് വെച്ചാൽ ചില കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി, എയ്ഡ്സ് പോലത്തെ അസുഖങ്ങൾ കൺജനിറ്റലായിട്ട് വരാം. ജന്മന അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും, പ്രതിരോധ ശക്തി കുറവായിരിക്കും. 3 വെച്ചാൽ ചില സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നൊരു അസുഖമുണ്ട്, അതിൽ ശ്വാസത്തിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ട്യൂബർക്ലോസിസ്, നമ്മൾ സാധാരണ ഉള്ള TB കുറേ പിന്നെയും കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കാം. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ശരി, കോള് കട്ടായി പോയി തോന്നുന്നു. ഡോക്ടർ, ഈ ചിലപ്പോൾ ചെറിയ കുട്ടികളിലാണെങ്കിൽ കഫക്കെട്ടുണ്ടെങ്കിലും വലിയ ലക്ഷണങ്ങളൊന്നും അവർ പ്രകടിപ്പിക്കില്ല. നമുക്ക് കഫക്കെട്ടുണ്ടോ ഇല്ലയോ എന്നെങ്ങനെയാണ് ഡോക്ടർ ഒന്ന് തിരിച്ചറിയാൻ കഴിയും? ചെറിയ കുഞ്ഞുങ്ങൾക്ക്, വളരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ചുമയ്ക്കാനും കഴിയില്ല. മനസ്സിലായോ? നമ്മൾ സാധാരണ വരുമ്പോൾ ശ്വാസം എണ്ണും, 1 മിനിറ്റ് മൊത്തം 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എണ്ണും. മനസ്സിലായോ? അപ്പോൾ ഓരോ പ്രായത്തിനും വേറെ വേറെ നമ്പറാണ്. 1 മിനിറ്റിൽ എത്ര ശ്വാസം വരും എന്നുള്ളത് നമ്പറാണ്. മനസ്സിലായി? അപ്പോൾ 3 മാസം വരെ 60 കൂടുതൽ പോയാൽ ഫാസ്റ്റ് ബ്രീത്തിങ് ആണ്. മനസ്സിലായി? അപ്പോൾ 1 വയസ്സിന് മുകളിൽ 40 മുകളിൽ പോയാൽ ഫാസ്റ്റ് ബ്രീത്തിങ് ആണ്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, എണ്ണിക്കഴിഞ്ഞിട്ട് ഈ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ആൻ ഐഡിയ, നമുക്കൊരു ഐഡിയ കിട്ടും ശ്വാസം മുട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ. പിന്നെയുള്ള നമുക്കൊരു നോൺ ഇൻവേസീവ്, അതായത് ബ്ലഡിൻ്റെ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഒരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അത് വെച്ച് കൈ വയ്ക്കുമ്പോൾ നമുക്ക് സാച്ചുറേഷൻ, എത്ര ഓക്സിജൻ ലെവൽ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ വളരെ സിവിയർ അസുഖം ഉള്ള കുട്ടിക്ക് അപ്പോൾ തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും, ആ കുട്ടിയെ പെട്ടെന്ന് തന്നെ ICUലോട്ട് മാറ്റാൻ പറ്റും. ഡോക്ടർ കീവിലേക്ക് വീണ്ടും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ആശയാണ്. ആശ പറഞ്ഞോളൂ. സാർ, ഞാൻ എന്റെ ചെറുകുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. മോൾക്ക് എന്ന് 1 വയസ്സായപ്പോൾ മോളത് എന്ന് ജലദോഷം വരും. ഓക്കെ. ജലദോഷം വന്നു കഴിഞ്ഞാലും മൂക്കൊരു പോയിട്ട് ഞാൻ വന്ന് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഇങ്ങനെ കഫക്കെട്ടുണ്ടാവും. ഓക്കെ. പക്ഷെ അത് നമ്മൾ അറിയില്ല. 2 ആഴ്ച വരെ ഇങ്ങനെ മൂക്കൊലിപ്പ് ഇങ്ങനെ നിന്നിട്ട് കഫക്കെട്ടോട്ട് പോയിട്ട് 3 പ്രാവശ്യം ന്യൂമോണിയയുടെ വക്കിലെത്തിയിരുന്നു. ശരി. അപ്പൊ ഈ കഫക്കെട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അത് ചോദിക്കാനാണ് വിളിച്ചത്. ഓക്കെ. ഇപ്പോൾ 1 വയസ്സാണല്ലേ?
അല്ല ഇപ്പൊ 3.5 വയസ്സുണ്ട്. ഓരോ വർഷവും ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിക്ക് വെച്ചിട്ട് ഓരോ വർഷവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കഫക്കെട്ട് വന്നിട്ട് ന്യൂമോണിയയിലോട്ട് വരുന്നുണ്ട്. ശരി, അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ തണുത്ത് പോയാൽ പെട്ടെന്ന് അസുഖം വരും. കുഞ്ഞുങ്ങൾ തണുക്കാതിരിക്കാൻ വേണ്ടി ഫാൻ ലിമിറ്റ് ചെയ്യുക, സ്പീഡ് ലിമിറ്റ് ചെയ്യുക, കേട്ടോ. വിൻഡോസ് ഷട്ട് ചെയ്യുക രാത്രിയൊക്കെ ആകുമ്പോൾ, കൂടുതൽ തണുപ്പ് വരാതിരിക്കാൻ വേണ്ടി. പിന്നുള്ളത് ബോട്ടിൽ ഫീഡിങ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ബോട്ടിൽ ഫീഡിങ് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടാവാം. ഓക്കെ. നമ്മൾ ഈ പശുമ്പാല് കൊടുക്കുന്നത് കൊണ്ട് കഫക്കെട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാറുണ്ട്. അത് നമുക്ക് പശുമ്പാലെന്ന് പറയാൻ പറ്റില്ല, വേറെയും കാരണങ്ങൾ കാണും. എല്ലാം മാറ്റിയിട്ട് പശുമ്പാല് കൊണ്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം അത് അവോയ്ഡ് ചെയ്യുക, കേട്ടോ. അധികം തണുപ്പുള്ളത് അല്ലെങ്കിൽ ജ്യൂസ്, പഞ്ചസാരയുള്ള സാധനങ്ങൾ കൊടുത്താലും കഫക്കെട്ട് വരാം. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ തലേണ വയ്ക്കാതിരിക്കുക. തലേണ വയ്ക്കുമ്പോൾ കഴുത്തൊക്കെ മടങ്ങി ആ തുപ്പലെല്ലാം താഴോട്ട് ശ്വാസകോശത്തിൽ പോയിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ശരി ഡോക്ടർ, ഈ കുട്ടികളിൽ ഈ കഫക്കെട്ട് എപ്പോഴാണ് ഡോക്ടർ ഒരു ന്യൂമോണിയ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എപ്പോഴാണ് ഡോക്ടർ പോവുക? നമ്മൾ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ലങ്സ് താഴെ ശ്വാസകോശത്ത് നമ്മളെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതിനെ ന്യൂമോണിയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കില്ല അത്രയും സ്ഥലത്ത്. പതുക്കെ ഓക്സിജൻ കുറയാൻ തുടങ്ങും. ഓക്കെ, അതായത് ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ സിവിയർ ആണെങ്കിൽ. അപ്പോൾ വളരെ സിവിയർ അസുഖങ്ങളിൽ നമുക്ക് ഓക്സിജൻ ഫ്ലോ ആയിട്ട് കൊടുക്കേണ്ടി വരും, വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ചില ചെറിയ ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം മൂക്കിൽ ഓക്സിജൻ കൊടുത്താൽ മാത്രം മതിയാവും. മനസ്സിലാവും. അപ്പം മിക്ക കുട്ടികളും പക്ഷേ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഓക്സിജൻ ഒന്നും വേണ്ട. 3 മാസത്തിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ശരിയാവും. പ്രായം 3 മാസത്തിന് താഴെയാണെങ്കിൽ ന്യൂമോണിയ ഉണ്ടെങ്കിൽ അവരെന്തായാലും ഹോസ്പിറ്റലിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് ശരിയാക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ഒരു കോൾ കൂടി. ഹലോ 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 ശരി, കോള് ഇല്ലെന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ കുട്ടികളിൽ ഈ ന്യൂമോണിയ എന്ന് പറയുന്നത് തന്നെ ഈ കഫക്കെട്ട് ചികിത്സിക്കാതെ വെക്കുമ്പോൾ അത് ഒരുപാട് ശരീരത്തിൽ തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോഴാണോ ഡോക്ടർ അത് ന്യൂമോണിയ ആവുന്നത്? അല്ല, ജസ്റ്റ് ആ ലങ്സിൽ എന്താ പറയുക ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് അണുബാധ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ന്യൂമോണിയ പറയുന്നത്. മനസ്സിലായി. ലങ്സിന് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ കഫക്കെട്ട് നാച്ചുറലി വരും, കേട്ടോ. അപ്പം അത് തന്നെ പലതരമുണ്ട്. വൈറലുണ്ട്, ബാക്ടീരിയലുണ്ട്, ഫംഗലാവാം, റിക്കറ്റ്സിലാവാം, കേട്ടോ. പല ടൈപ്പ് എന്താ പറയുക അണുക്കളുണ്ട്. ഓക്കെ. പിന്നുള്ളത് കഫക്കെട്ട് അലർജി കാരണമുള്ള കഫക്കെട്ടുമുണ്ട്. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. 1 മാസം പ്രായമുണ്ട് കുട്ടിക്ക്. എപ്പോഴും ഇങ്ങനെ ഒരു കുറുക്കുന്ന പോലെ തൊണ്ടക്കുന്നത്, അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 1 മാസം പ്രായമുള്ള കുട്ടി ചെറിയ കുട്ടിയാണല്ലേ? 9 മാസം. ഓക്കെ. അപ്പം കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ മൂക്കടപ്പ് കാരണം ഉള്ള ശബ്ദം താഴെ നെഞ്ചിലൊക്കെ കണ്ടക്ട് പോയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ കൈകളിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ കുറുങ്ങല്ലെന്ന് ഉദ്ദേശിക്കുന്നത്? അതോ ചുമയുണ്ടോ? ചുമയ്ക്കുമ്പോൾ കഫം ഉള്ള പോലെ തോന്നുന്നുണ്ടോ? പുറത്തോട്ടൊന്നും വരുന്നില്ല. അവർക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. ശ്വാസം സ്പീഡിലായിട്ട് ഉണ്ടെങ്കിൽ പ്രോബ്ലം ആണ്, കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചുമയ്ക്കുമ്പോൾ കഫം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം, കേട്ടോ. വെച്ചോണ്ടിരിക്കണ്ട. ഡോക്ടർ ഒരു കോൾ കൂടി. ഹലോ 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 ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്താ പേര്? ഹലോ, എന്റെ പേര് ജിസ്മി. ഞാൻ പെരുമ്പാവൂരിൽ വിളിക്കുന്നതാണ്. പറഞ്ഞോ ജിസ്മി. അപ്പൊ എന്റെ കുട്ടിക്ക് 3 മാസം പ്രായമുണ്ട്, പെൺകുട്ടിയാണ്. അപ്പൊ ചെറുതായിട്ട് ജലദോഷവും പനിയും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പനിയും ജലദോഷം മാറി മൂക്കിന് ഇങ്ങനെ വരുന്നില്ല, പക്ഷെ ഭയങ്കരമായിട്ട് കുറുകലാണ്. പക്ഷെ നെഞ്ചിലുള്ള കുറുകലല്ലാന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ മൂക്കിന് കഫം നിന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയാ ജലദോഷം പോലെ ആയിട്ട് ശ്വാസം വലിക്കാൻ വരെ ബുദ്ധിമുട്ട് കുട്ടിക്ക്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ഉറങ്ങുമ്പോഴും ചില സമയത്ത് ഭയങ്കര പാലുടിക്കുമ്പോഴും ഭയങ്കര ശ്വാസം മുട്ടിയിട്ട് ഭയങ്കര പാടായിരുന്നു ഇടയ്ക്കൊക്കെ. എന്നിട്ട് അങ്ങനെ പ്രോബ്ലം കാണിക്കുന്നില്ല. 3 മാസമുള്ള കുട്ടിയല്ലേ? 3 മാസമുള്ള കുട്ടിയാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ മൂക്കിൽ ഡ്രോപ്സ് ഒഴിക്കാൻ കിട്ടും, സലൈൻ ഡ്രോപ്സ്, കേട്ടോ. ഞാൻ പക്ഷെ സലൈൻ ഡ്രോപ്സ് ഒഴിക്കുന്നുണ്ട്.
ചെറിയ കുട്ടി ആയതുകൊണ്ട് കുറേ ദിവസം 2 ആഴ്ചയൊക്കെ എടുക്കും മാറാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ 2 ആഴ്ച വരെ ഫീഡിങ് നല്ലോണം പോകാൻ വേണ്ടി മൂക്കിൽ ഡ്രോപ്സ് ഒഴിച്ച് ഫീഡ് ചെയ്യുക കേട്ടോ. രാത്രിയിൽ ഉറങ്ങുമ്പോൾ പാടാണെങ്കിലും മൂക്കടപ്പ് കാരണം പാടാണെങ്കിലും ഡ്രോപ്സ് ഒഴിക്കുക, മൂക്കിൽ ഡ്രോപ്സ് ഒഴിക്കുക. വലിയ കരച്ചിലുണ്ടെങ്കിൽ ഡ്രോപ്സ് ഒഴിക്കണ്ട, ജസ്റ്റ് ബേബി കാമായിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ. ശരി ഡോക്ടർ, ഈ കുട്ടികളിലെ കഫക്കെട്ട് എപ്പോഴാണ് ഡോക്ടർ ഈ TB, ആസ്മ തുടങ്ങിയ മറ്റ് വലിയ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് എങ്ങനെയാണ് ഡോക്ടർ പോകുന്നത്? ആസ്മ സച്ച് വലിയ ഗുരുതരം എന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുന്നത്, അസുഖം കൂടിയ സ്റ്റേജ് ആകുമ്പോഴേ പ്രശ്നം വരത്തുള്ളൂ. മനസ്സിലായി. ചെറിയ ചുമയായിട്ടൊക്കെ നിൽക്കുന്ന പ്രശ്നമില്ല. ഓക്കെ. TBയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാൾക്ക് പടരാൻ സാധ്യതയുണ്ട്. ഒരാൾക്ക് TB വന്നാൽ ആ കുടുംബത്തിലുള്ള എല്ലാവരും മരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചുമ 2 ആഴ്ച കൂടുതലുണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. ആ ഡോക്ടർ നോക്കും എങ്ങനെയുണ്ട്, വെയിറ്റ് കുറയുന്നുണ്ടോ, TBയുടെ ലക്ഷണങ്ങളൊക്കെ നോക്കും. വെയിറ്റ് കുറയുക, പിന്നെ കഫം ടെസ്റ്റിന് കൊടുക്കും, എക്സ്റേ എടുക്കും. ഓക്കെ. അപ്പോൾ അതിൽ അവരെന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ TBയുടെ മരുന്ന് കൊടുക്കും. ഓക്കെ. 6 months ആണത്, 6 മാസമാണ് അത് എടുക്കുന്നത്. 6 മാസം എടുത്തു കഴിഞ്ഞിട്ട് അതിനിടയിൽ നമ്മളൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും വെയിറ്റ് കൂടുന്നുണ്ടോ. അപ്പം മരുന്നിനോട് റെസ്പോൺസ് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ വെയിറ്റ് കൂടുകയും കഫക്കെട്ട് നിൽക്കുകയും ചെയ്യും. മനസ്സിലായി. അപ്പോൾ റെസ്പോണ്ട് ചെയ്യാത്ത TB ഉണ്ട്. ചില ആൾക്കാർ ഇടയ്ക്ക് മരുന്ന് നിർത്തും. അപ്പോൾ ആ അണുക്കൾ പഠിക്കും, ഈ മരുന്ന് കൊടുത്താലും ജീവിക്കാനുള്ള ഇത് പഠിക്കും, ടെക്നിക്ക് പഠിക്കും. മനസ്സിലായി. അങ്ങനെ ആൾക്കാരിൽ ഇത് കൂടും, അസുഖം കൂടി മരണത്തിലേക്കൊക്കെ പോകാൻ മാത്രമല്ല അവർ വേറെ ആൾക്കാരും കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ ഒരു സെപ്പറേറ്റ് സ്ഥലത്തായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോൾ ഹൈ ഡോസ് വേറെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഡോക്ടർ, അപ്പോൾ ഈ കുട്ടികളുണ്ടാകുന്ന കഫക്കെട്ട് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണം? ഇത്തരത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഏത് രീതിയിലാണ് ഡോക്ടർ കഫക്കെട്ടിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതന്നെ, കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ 3 മാസത്തിന് താഴെ ഉണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അഡ്മിറ്റ് ആക്കേണ്ടി വരുമായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ OPയിലായിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായി. OPയിൽ തന്നെ 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറെ ഒന്ന് കാണിക്കണം. കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ അസുഖം റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, അത് കുറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായി. വീട്ടിൽ വെച്ച് അധികം തണുപ്പ് കൊള്ളാതെ ശ്രദ്ധിക്കുക, ജനലടയ്ക്കുക, ഫാൻ അധികം സ്പീഡിലിടാതിരിക്കുക, AC ഇടാതിരിക്കുക. മനസ്സിലായി. പിന്നെ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. ഓക്കെ. ഇങ്ങനെയൊക്കെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാം. ഡോക്ടർ, ഈ അലർജി പ്രശ്നങ്ങൾ മൂലമുള്ള കഫക്കെട്ടാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ? കുട്ടി അലർജി പ്രശ്നമുള്ള കഫക്കെട്ടാണെങ്കിൽ, ഇപ്പോൾ ആസ്മ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തണുത്ത കാറ്റ്, ഈർപ്പമുള്ള കാറ്റ്, കോൾഡ് ഹ്യൂമിഡ് എയർ, ഇത് രണ്ടും ഈ പ്രശ്നം കൂട്ടും. ഫോർ എക്സാമ്പിൾ AC എടുക്കാന്ന് വെച്ചോ. ACയുടെ കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? തണുപ്പുണ്ട്, ഈർപ്പമുണ്ട്. മനസ്സിലായി. അപ്പോൾ ഇങ്ങനത്തെ കാറ്റുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ചുമ അല്ലെങ്കിൽ വലിവ് കൂടും. മനസ്സിലായി. പിന്നുള്ളത് പൊടി. കുട്ടികളാകുമ്പോൾ നമുക്കറിയാം എവിടെ വേണമെങ്കിൽ കയറി കട്ടിലിനടി കളിക്കും, ചൂലെടുത്ത് കളിക്കും. മനസ്സിലായി. ഇതെല്ലാം പൊടി കൊണ്ട് നടന്നിരിക്കുകയാണ്. പിന്നെ ടെഡി ബെയർ, തുണിയുള്ള കളിപ്പാട്ടങ്ങളിലെ, അപ്പോൾ ഈ സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യണം. അതെല്ലാം പൊടി നിൽക്കും. മനസ്സിലായി. പിന്നുള്ള പുക. ചില ആൾക്കാർ വീട്ടിൽ കത്തിക്കാറുണ്ട്, സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ കൊതുകിന് വേണ്ടി കത്തിക്കാറുണ്ട്, വേസ്റ്റ് കത്തിക്കാറുണ്ട്. അതിന് ചെറിയൊരു മണം കിട്ടിയാൽ മതി. ഇങ്ങനത്തെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന്, ഇപ്പോൾ ദീപാവലി സമയത്ത് ഒത്തിരി കുട്ടികൾ അഡ്മിറ്റ് ആവാറുണ്ട്, കുറേ കുട്ടികൾ മരിക്കാറുണ്ട്. മനസ്സിലായി. അത് ഈ ആസ്മ കാരണമാണ്. അപ്പോൾ അതാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പൊടി, പുക, തണുത്ത കാറ്റ്. അതിനപ്പുറം കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന കഫക്കെട്ടുകളാണെങ്കിൽ അതിന് നമ്മൾ ചികിത്സാ രീതി എന്ന് വെച്ചാൽ അക്യൂട്ടായുള്ള പ്രശ്നം അപ്പം തന്നെ നമ്മൾ ആവി കൊടുത്ത് കുറയ്ക്കും. മനസ്സിലായി. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് ചില മരുന്നുകളുണ്ട്, അത് കണ്ടിന്യൂ ചെയ്ത് കഴിക്കണം. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ, ഞങ്ങളുടെ അതിഥിയായിട്ട്. ഇന്നത്തെ ഡോക്ടർ ക്യൂ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.